وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. സമാദരണീയരായ സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തഖികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖുമൈൽ ഇബ്നു സിയാദ് എന്ന താബിഈയായിട്ടുള്ള മനുഷ്യന് നൽകുന്ന ഒരു ഉപദേശം നമുക്ക് കാണാൻ കഴിയും. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നത്, യാ ഖുമൈൽ ഇന്ന ഹാദിഹിൽ ഖുലൂബ ഔഇയത്തുൻ. ഖുമൈലെ, മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഒരു പാത്രം കണക്കാണ്. ഫഖൈറുഹ ഔആഹ, അതിൽ ഏറ്റവും ഉത്തമമായത്, ഏറ്റവും അധികം ഉൾക്കൊള്ളുന്ന പാത്രം ഏതോ അതാണ് ഏറ്റവും ഉത്തമമായ ഹൃദയം എന്ന് പറയുന്നത്. ഫഹ്ഫദ് അന്നീ മാ അഖൂലു ലക്, അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നീ എന്നിൽ നിന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, അന്നാസു സലാസത്തുൻ, ജനങ്ങൾ പൊതുവെ 3 തരക്കാരാണ്. 3 തരത്തിലാണ് പൊതുവെ ജനങ്ങൾ കാണപ്പെടുന്നത്. അതിൽ ഒന്ന് ഫആലിമുൻ റബ്ബാനിയുൻ, അത് ആലിമാണ്, പണ്ഡിതനായ ആളാണ്, പക്ഷെ ആലിമുൻ റബ്ബാനിയാണ്. റബ്ബാനി എന്ന പദത്തിനെ വിശദീകരിക്കപ്പെടുന്നിടത്ത് കാണാം, ഇൽമ് നേടിയെടുക്കുകയും ആ ഇൽമിന് അനുസൃതമായ ഒരു ജീവിതം ജീവിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരെയാണ്. അതോടൊപ്പം തന്നെ താൻ നേടിയെടുത്ത ഇൽമ് പാമരങ്ങളായ ആളുകൾക്ക്
പറഞ്ഞു കൊടുക്കുകയും പടിപടിയായി അവരെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന പണ്ഡിതന്മാരാരോ അവരെയാണ് ആലിമുൻ റബ്ബാനി എന്ന് പറയുക. അപ്പോൾ ഒരു വിഭാഗം ആലിമുൻ റബ്ബാനിയാണ്. രണ്ടാമത്തേത് വമുതഅല്ലിമുൻ അലാ സബീലി നജാത്തിൻ, വിജയത്തിൻ്റെ വഴിയിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, മുതഅല്ലിമാണ്. ഇൽമ് അന്വേഷിക്കുകയും അത് നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളാണ്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വഹമജുൻ റആഉൻ അതിബ്ബാഉ കുല്ലി നാഇഖിൻ, അവർ ഹമജുകളാണ്. ഹമജുൻ റആഉൻ അതിനെ സൂചിപ്പിക്കുന്നത് ചില വില കുറഞ്ഞ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള പരിഗണനയും അർഹിക്കാത്ത പ്രാണികളെയാണ് ആ രൂപത്തിൽ പ്രയോഗങ്ങളിൽ അറബിയിൽ പ്രയോഗിക്കാറുള്ളത്. അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള അറിവും ഇല്ലാത്ത, വിവരവും ഇല്ലാത്ത ആളുകളെക്കുറിച്ചാണ് ആ സൂചിപ്പിച്ചത്. പക്ഷേ അവരുടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് അതിബ്ബാഉ കുല്ലി നാഇഖിൻ, വാചാലമായി സംസാരിക്കുന്ന ആളുകളെ പിന്തുടരുകയും അവർ പറയുന്നതനുസരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളുകളായിരിക്കും. മഅകുല്ലി റീഹിൻ യമീലൂൻ, എങ്ങോട്ടാണോ കാറ്റടിക്കുന്നത് ആ ഭാഗത്തേക്കായിരിക്കും അവരുടെയും യാത്ര. സ്വന്തമായ നിലപാടുകൾ എടുക്കാനോ ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനോ അവർക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. സുന്ദരമായി ഘോഷണം നടത്തുന്ന ആളുകൾ, സുന്ദരമായി സംസാരിക്കാൻ കഴിവുള്ള ആളുകൾ, വാചാലമായി നിങ്ങളുടെ മനസ്സുകളെ കീഴടക്കാൻ കഴിയുന്ന വാക്ചാതുര്യമുള്ള ആളുകളുടെ സംസാരത്തിന് വശംവദരായി അവർ പറയുന്നതിനെ പിൻപറ്റി അവർ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് വിചാരിച്ച് അവരെ പിന്തുടർന്നു പോകുന്ന ആളുകളായിരിക്കും മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. അവരുടെ കുഴപ്പമായിക്കൊണ്ട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലം യസ്തളീഉ ബിനൂരിൽ ഇൽം, അവർക്ക് വിജ്ഞാനത്തിൻ്റെ വെളിച്ചം നൽകപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, നമ്മൾ വിജ്ഞാനം നേടിയെടുക്കുകയും ആ വിജ്ഞാനത്തിൻ്റെ പ്രകാശം വഴി നമുക്ക് തുറന്നു കിട്ടുന്ന പാതയിലൂടെ വിജയത്തിലേക്ക് നടന്നെടുക്കുകയും ചെയ്യുന്ന മുതഅല്ലിമുകളായി മാറുകയെങ്കിലും വേണം. ആലിമുകളാകാൻ സാധിച്ചില്ല എങ്കിലും എപ്പോഴും ഇൽമ് അന്വേഷിക്കുകയും അത് പഠിക്കുകയും അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മുതഅല്ലിമുകളായി മാറാനെങ്കിലും ശ്രമിക്കണം. ഒരു കാരണവശാലും ആരെങ്കിലും ഒക്കെ പറയുന്നതിനെ അന്ധമായി അനുകരിച്ച് ആ കാറ്റിനൊത്ത് നാശത്തിലേക്ക് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. അപ്പോൾ ഒരു മുതഅല്ലിമായി മാറണമെങ്കിൽ, ഇൽമ് ഉള്ള ആളായി മാറണമെങ്കിൽ ആദ്യമായി മനസ്സിലാക്കേണ്ടുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് കിബിർ, അഹന്ത, അഹങ്കാരം എന്ന് പറയുന്ന വികാരത്തെ നീക്കം ചെയ്യണം. അത് ഉണ്ട് എങ്കിൽ ഒരിക്കലും നമുക്ക് ഇൽമ് നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വളരെ പ്രായം കുറഞ്ഞ സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു വരികയും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വിവരങ്ങൾ, വിജ്ഞാനങ്ങൾ അന്വേഷിക്കുകയും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു പോകാറുണ്ടായിരുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവും ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവും തമ്മിൽ 50 വയസ്സിൻ്റെ മാറ്റമുണ്ട്. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവിനേക്കാൾ 50 വയസ്സ് എളുപ്പമാണ്, അല്ലെങ്കിൽ എളുപ്പമാണ്, ചെറുപ്പമാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്. ഇതിങ്ങനെ കണ്ടപ്പോൾ ചില ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, ഇത്രയും പ്രായം കുറഞ്ഞ ഒരു പയ്യൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഇൽമ് നേടിയെടുക്കാൻ നിനക്ക് മടി തോന്നുന്നില്ലേ? കിബാറു സഹാബ വേറെയും ഉണ്ടല്ലോ. അവരുടെ അടുക്കലൊക്കെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് പകരം ഇത്ര പ്രായം കുറഞ്ഞ ഈ പയ്യൻ്റെ അടുത്തു നിന്ന് ഇങ്ങനെ ഇൽമ് നേടുന്നതിനെ നിനക്ക് പ്രയാസം തോന്നുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നമാ അഹ്ലകന അത്തകബ്ബുർ, തീർച്ചയായും നമ്മെ നാശത്തിലേക്ക് എത്തിക്കുന്നത് ഈ കിബിറാണ്. ഞാൻ എന്തിന് അവിടെ നിന്ന് അവൻ പറയുന്നത് ഞാൻ എന്തിന് കേൾക്കണം? അത് ഞാൻ എന്തിന് അനുസരിക്കണം? അതുകൊണ്ട് ആ ഒരു കിബിർ, ആ ഒരു അഹന്ത മാറ്റിവെച്ച് വേണം
ഇസ്ലാമിലെ വിജ്ഞാനം നേടുകയും അത് മനസ്സിലാക്കുകയും അപ്പോഴേ നമുക്കത് നേടിയെടുക്കാനും അത് ജീവിതത്തിൽ ഉപകാരപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സൂചിപ്പിച്ചത് നമ്മൾ നമസ്കാരത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചകളിൽ സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമസ്കാരത്തിൻ്റെ ആത്മാവ് ഖുശൂ ആണ് എന്നും ആ ആത്മാവ് നമ്മുടെ നമസ്കാരങ്ങളിൽ നിലനിർത്താൻ എന്താണ് മാർഗമെന്നും അതെങ്ങനെയാണ് നേടിയെടുക്കേണ്ടത് എന്നും കഴിഞ്ഞ ആഴ്ചയിൽ അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന 6 കാര്യങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ആഴ്ചയിൽ നാം വിശദീകരിച്ചതാണ്. നമ്മെ നമസ്കാരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, നമ്മെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നത് പള്ളി മിനാരങ്ങളിൽ നിന്ന് നാം ഉയർന്നു കേൾക്കാറുള്ള അദാനാണ്. ബാങ്ക് എന്നാണ് നമ്മൾ അതിനെ മലയാളത്തിൽ പറഞ്ഞു പോരാറുള്ളത്. ആ അദാനിന് നാം നിർവഹിക്കുന്ന നമസ്കാരത്തിലുള്ള പ്രസക്തിയും ആ അദാനിൻ്റെ മഹത്വവും നമ്മൾ മനസ്സിലാക്കി ഇരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാങ്ക് ഇസ്ലാമിൽ ശറഅക്കപ്പെട്ടതിൻ്റെ ചരിത്രം നമുക്ക് ഹദീസുകളിൽ ഇങ്ങനെ വായിക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ആയിരിക്കുന്ന സമയത്ത് തന്നെ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്രാ മിഅ്റാജ് യാത്രയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ജമാഅത്തായി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി നമസ്കരിക്കുവാനുള്ള, അതും എല്ലാവരും കാണുക പൊതുവായ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി നമസ്കരിക്കാൻ, പരസ്യമായി സംഘ നമസ്കാരം നിർവഹിക്കുക എന്ന് പറയുന്നത് മക്കയിലെ സാഹചര്യത്തിൽ ഒരിക്കലും കഴിയാത്ത ഒരു കാര്യമായിരുന്നു. അത്രയേറെ പ്രതിസന്ധികളാണ് മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അനുചരന്മാർക്കും നേരിട്ടത് എന്ന് നമുക്കറിയാം. എന്നാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മദീനയിലേക്ക് എത്തിയതിന് ശേഷം, അവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാനൽ മുസ്ലിമൂന ഹീന ഖദിമു അൽ മദീന, മുസ്ലിങ്ങൾ മദീനയിലേക്ക് വന്നതിന് ശേഷം യജ്തമിഊന ഫയതഹയ്യനൂന സ്വലാ, അവർ ഒരുമിച്ച് കൂടുകയും നമസ്കാരം സംഘമായി നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുകയും അവർ അങ്ങനെ ഒരുമിച്ച് സംഘമായി ജമാഅത്തായി നമസ്കരിക്കുകയും ചെയ്തു പോന്നിരുന്നു. എന്നാൽ വലൈസ യുനാദി ബിഹ അഹദുൻ, ആ നമസ്കാരത്തിലേക്ക് അവരെ വിളിക്കുന്ന, അവരെ ക്ഷണിക്കുന്ന ഒരാളും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. അവർ ഒരു സമയം കണക്കാക്കി ഒരുമിച്ച് കൂടുകയും ജമാഅത്തായി നമസ്കരിച്ചു പോരുകയും ചെയ്യാറായിരുന്നു പതിവ്. ഫതകല്ലമു യൗമൻ ഫീ ദാലിക, അങ്ങനെ അവർ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരിക്കൽ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. സഹാബിമാര് നമസ്കാരത്തിൻ്റെ സമയത്തെക്കുറിച്ച് അറിയിക്കുന്നതിനും അല്ലെങ്കിൽ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകളും സംസാരങ്ങളും അവർക്കിടയിൽ വന്നപ്പോൾ ഫഖാല ബഅദുഹും, അവരിൽ ചിലർ പറഞ്ഞു, ഇത്തഖിദൂ നാഖൂസൻ മിസ്ല നാഖൂസിൻ നസ്വാറ, നമുക്കൊരു കാര്യം ചെയ്യാം, സമയമായി എന്നറിയാൻ, നമസ്കാരത്തിൻ്റെ സമയമായി എന്നറിയാൻ നസ്വാറാക്കൾ ചെയ്യുന്നത് പോലെ മണിയടിക്കാം, മണിയടിച്ചുകൊണ്ട് സമയമായി എന്ന് നമുക്ക് അറിയുന്ന രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താം. എന്നാൽ വഖാല ബഅദുഹും, ചില ആളുകൾ പറഞ്ഞത്, ഇത്തഖിദു ഖർനൻ മിസ്ല ഖർനിൽ യഹൂദ്, നമുക്ക് ജൂതന്മാർ കുഴൽ വിളിക്കുന്നത് പോലെ യഹൂദികൾ കുഴൽ വിളിച്ചാണ് അല്ലെങ്കിൽ കൊമ്പിലൂതിയാണ് അവരുടെ ആരാധന സമയങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകിയിരുന്നത്. അതുപോലെ അവരുടേതുപോലെയുള്ള ഒരു കുഴൽ വിളി കൊമ്പിലൂതിക്കൊണ്ട് നമുക്ക് ആളുകളെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കാം. മറ്റു ചില ഹദീസുകളിൽ കാണാം, ചില ആളുകൾ പറഞ്ഞു അത്രേ, നമുക്ക് മജൂസികളായ അഗ്നി ആരാധകരായ ആളുകൾ ചെയ്യുന്നത് പോലെ തീ കത്തിച്ചിട്ട് ആ സമയമാകുമ്പോൾ തീ കത്തിക്കുകയും അതുവഴി നമസ്കാരത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് ഒരു ചോദ്യം ചോദിച്ചു, അവലാ യബ്അസൂന റജുലൻ യുനാദി ബിസ്സല, എന്തുകൊണ്ട് നമുക്ക് നമസ്കാരത്തിലേക്ക് ക്ഷണിക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തിക്കൂടാ, ഒരാളെ അയച്ചുകൂടാ? നമസ്കാരത്തിൻ്റെ സമയമായി എന്ന് പറയാൻ, അതിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ ഒരാളെ എന്തുകൊണ്ട്
നമുക്ക് ചുമതലപ്പെടുത്തിക്കൂടാ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കേട്ട ആ സദസ്സിൽ ഉണ്ടായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ബിലാൽ ഖും ഫനാദി ബിസ്സലാ, ബിലാൽ എഴുന്നേൽക്ക്, എന്നിട്ട് ആളുകളെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്ക്, നമസ്കാരത്തിൻ്റെ സമയമായാൽ അവരെ നമസ്കാരത്തിലേക്ക് വിളിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കൽപ്പന കിട്ടിയത് മുതൽ ബിലാൽ റളിയല്ലാഹു അൻഹു ആളുകളെ നമസ്കാരത്തിലേക്ക് സമയമായാൽ ക്ഷണിച്ചു തുടങ്ങി. അസ്വലാത്തുൽ ജാമിഅ എന്നിങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു നമസ്കാരത്തിൻ്റെ സമയമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറക്കെ വിളിച്ചു പറയാനും അത് ശ്രദ്ധിച്ച് സ്വഹാബിമാർ നമസ്കാരത്തിന് വരാനും തുടങ്ങി. എന്നാൽ നമ്മൾ ഇന്ന് നമസ്കാരത്തിലേക്ക് ക്ഷണിക്കാൻ ഉപയോഗിക്കുന്നത് പോലെയുള്ള വിളിക്കുന്നത് പോലെയുള്ള അദാൻ പിന്നീടാണ് ഇസ്ലാമിൽ ശറഅാക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അദ്ദേഹം ഒരിക്കൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു. ത്വാഫ ബി വ അന നായിമുൻ റജുലുൻ യഹ്മിലു നാഖൂസൻ ഫി യദി. അദ്ദേഹം കണ്ട സ്വപ്നം, ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടി ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നുപോയി. അയാളുടെ കയ്യിൽ ഒരു മണി ഉണ്ടായിരുന്നു. ഈ നസ്വാറാക്കൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള ഒരു നാഖൂസ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ സമയത്ത് ഫഖുൽതു യാ അബ്ദല്ലാ അതബീഉ അൻ നാഖൂസ്, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് ആ മണി നീ വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഖാല, അദ്ദേഹം തിരിച്ചു ചോദിച്ചത്, വമാ തസ്നഉ ബിഹി, നിനക്ക് ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഫഖുൽതു നദ്ഉ ബിഹി ഇലസ്സലാ, എനിക്ക് ആളുകളെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിന് ഉപയോഗിക്കാനാണ്. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അഫലാ അദുല്ലുക അലാ മാ ഹുവ ഖൈറിൻ മിൻ ദാലിക്, എന്നാൽ അതിനേക്കാൾ ഉത്തമമായ ഒന്ന് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ? ഫഖുൽതു ബല, അപ്പോൾ ഞാൻ പറഞ്ഞു അതെ. ഫഖാല അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അങ്ങനെ അദാനിൻ്റെ ബാങ്കിൻ്റെ വാക്കുകൾ അദ്ദേഹം കൃത്യമായി അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയും തുടർന്ന് അല്പസമയം കഴിഞ്ഞതിന് ശേഷം ഇഖാമത്തിൻ്റെ വാക്കുകൾ കൃത്യമായി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്നാണ്. രാവിലെ ആയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് അദ്ദേഹം ആ രാത്രിയിൽ കണ്ട സ്വപ്നത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇന്നിന്ന വാക്കുകൾ എനിക്ക് ഇതിനായി പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്നഹാ ലറുയ ഹഖ്കുൻ, തീർച്ചയായും അത് സത്യസന്ധമായ ഒരു കാഴ്ചയാണ്, ഒരു സ്വപ്നമാണ് എന്ന്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയും ബിലാലിന് ആ വാക്കുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറയുകയും ബിലാലിനോട് ആ വാക്കുകൾ ഉപയോഗിച്ച് അദാൻ മുഴക്കാൻ, ബാങ്ക് വിളിക്കാൻ, ആളുകളെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നതാണ്. ഇതാണ് ബാങ്കിൻ്റെ ഒരു ചരിത്രമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂചിപ്പിക്കാൻ കാരണം സ്വഹാബിമാരുടെ മനസ്സിൻ്റെ ആഗ്രഹത്തിൻ്റെ, അവരുടെ തേട്ടത്തിൻ്റെ ഭാഗമായിരുന്നു ബാങ്ക് എന്നുള്ളതാണ്. പലപ്പോഴും ബാങ്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താണ്? ഇത് കേൾക്കണം എന്ന, അത് കേട്ടിരുന്നെങ്കിൽ എനിക്ക് പള്ളിയിലേക്ക് പോകാം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ബാങ്ക് കേൾക്കാറുള്ളത്. നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. ഇവിടെ നോക്കൂ നിങ്ങൾ, ബാങ്ക് എന്ന് പറയുന്ന അതിൻ്റെ കെലിമത്തുകൾ ശറഇൽ ഒരു സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്നത് അവരുടെ മനസ്സിൻ്റെ തേട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്, അവരുടെ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിലേക്ക് വിളിക്കുന്ന മറ്റു മതസ്ഥരായ ആളുകൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു ഷിയാർ, ഒരു അടയാളം നമ്മുടേതായിട്ട് ഉണ്ടാകണമെന്ന ആഗ്രഹത്തിൻ്റെ. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് സമീപനമാണ് ബാങ്കിനോട് ഉള്ളത് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. എന്നാൽ ഇസ്ലാമിൽ ബാങ്കിന് വലിയ പ്രാധാന്യവും പുണ്യവുമാണ് വിശദീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ലൗ യഅലമുന്നാസു മാ ഫിൻ നിദാഇ വസ്സഫിൽ അവ്വൽ, ഒന്നാമത്തെ സൊഫിൻ്റെയും ബാങ്കിൻ്റെയും പ്രതിഫലത്തെക്കുറിച്ച് ആളുകളെങ്ങാനും ബോധവാന്മാരായിരുന്നെങ്കിൽ, അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഏതൊക്കെയാണ്? രണ്ട് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന് ബാങ്കാണ്, നിദാ ആണ്, അദാനാണ്.
നമസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്ന ആ വിളിയുടെയും അതുപോലെ തന്നെ വസ്സഫുൽ അവ്വൽ പള്ളിയിലെ ഒന്നാമത്തെ സൊഫിൻ്റെയും പ്രാധാന്യമെങ്ങാനും ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ സുമ്മലം യജിദു ഇല്ലാ അൻ യസ്തഹിമു അലൈഹി ലസ്തഹമു, പിന്നീട് തിരക്ക് കാരണം നറുക്കിടേണ്ടി വരുമായിരുന്നു. അത്രയും തിരക്കാവുകയും അങ്ങനെ നറുക്കിടേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥ എനിക്ക് ഉണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ ആളുകൾക്കുണ്ടാകുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ടിനോടും നമ്മുടെ സമീപനം എന്താണ്? പള്ളിയിൽ നേരത്തെ എത്തുന്ന ആരോഗ്യവാന്മാരായ ആളുകൾ പോലും ഈ ഒന്നാമത്തെ സൊഫിൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള ആലോചന ഇല്ലാത്തത് കൊണ്ടോ അത് മറന്നു പോകുന്നത് കൊണ്ടോ പിന്നിലത്തെ സൊഫിലേക്ക് ഇരിക്കാനും അതുമല്ലെങ്കിൽ ഏറ്റവും സേഫായി ചാരി ഇരിക്കാനുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒന്നാമത്തെ സൊഫിൻ്റെ പ്രാധാന്യം അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ അതിനു വേണ്ടി ധൃതി കൂട്ടുകയും മത്സരിച്ച് പള്ളിയിലെത്തുകയും അവസാനം വന്ന ആളുകൾ ഒന്നാമത്തെ സൊഫിൽ കൊള്ളാത്ത വിധം എണ്ണം വർദ്ധിക്കുമ്പോൾ ആരിരിക്കണം എന്ന് നറുക്കിടേണ്ടി വരുന്ന അവസ്ഥയും പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ പള്ളികളിലൊന്നും അങ്ങനെ ഒരു അവസ്ഥയേ ഇല്ല. കാരണം ഒന്നാമത്തെ സൊഫിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രയാസം നമ്മൾ ഉണ്ടാക്കാറില്ല. പലപ്പോഴും ആ നന്മ സഹോദരന് കിട്ടിക്കൊള്ളട്ടെ എന്ന വിശാല മനസ്കതയുടെ ഉടമകളാണ് നമ്മൾ. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ഇതറിഞ്ഞ് ഒന്നാമത്തെ സൊഫിൽ എത്തിപ്പെടാനുള്ള ശ്രമവും പരിശ്രമവുമാണ് നമ്മുടെ അടുത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. അത് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് ബാങ്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. നോക്കൂ നിങ്ങൾ, പലപ്പോഴും ഒരു വില കുറഞ്ഞ പണിയായിട്ടാണ് ബാങ്ക് വിളിക്കുന്ന ആളുകളുടെ ജോലിയെ ആളുകൾ കാണാറുള്ളത്. നമ്മുടെ നാട്ടിൽ ബാങ്ക് വിളിക്കുന്ന ആളുകൾ വിളിക്കുന്ന പേരെന്താണ്? മുക്രിക്ക എന്നാണ്. മുക്രി എന്നാണ് വിളിക്കുക. അയാളോടുള്ള വിശ്വാസികളായ നമ്മുടെയും പൊതുസമൂഹത്തിൻ്റെയും സമീപനം എന്താണ്? വേറെ ഒന്നിനും പറ്റാത്തൊരു മനുഷ്യൻ പള്ളിയിൽ ഇങ്ങനെ ബാങ്കൊക്കെ വിളിച്ച് അങ്ങനെ പോകുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഒരു സമീപനം, നമ്മുടെ മനസ്സ് അദ്ദേഹത്തെ കാണുമ്പോഴുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നാൽ ആ ജോലിയുടെ ഫളിലെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മളും തിരക്ക് കൂട്ടിയേനെ അതിന്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു അസറിൽ കാണാം, അദ്ദേഹം ഒരു താബിയായ ഒരു മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ ജോലി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആളുകളെ പള്ളിയിലേക്ക് ക്ഷണിക്കലാണ് നമസ്കാരത്തിന്, അഥവാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബാങ്കിയാണ്, മുക്രിയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിഅമൽ അമൽ, എത്ര നല്ല ജോലിയാണ് നിൻ്റെത്, എത്ര ഉത്തമമായ ജോലിയാണ് നിൻ്റെത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പറഞ്ഞു വെച്ച പ്രതിഫലം, അതിൻ്റെ ഫളില്, അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു അബീ സഅ എന്ന് പറയുന്ന താബിയായ മനുഷ്യനോട്, പണ്ഡിതനോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഇമാം ബുഖാരി അതിനെ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇന്നി അറാക തുഹിബ്ബുൽ ഗനമ വൽ ബാദിയ, ഞാൻ നിന്നെ കാണുന്നത് നിനക്ക് ഗനമിനോട്, കന്നുകാലികളോട് വല്ലാത്ത ഇഷ്ടവും, വൽ ബാദിയ അതേപോലെ തന്നെ താഴ്വരകളോട്, ഗ്രാമങ്ങളോടൊക്കെ താല്പര്യമുള്ള ആളായിട്ടാണ് ഞാൻ നിന്നെ കാണുന്നത്. ഫഇദാ കുൻത ഫീ ഗനമിക വബാദിയതിക ഫഅദ്ദൻത ബിസ്സലാ, നീ നിന്റെ ഗനമിൻ്റെ അടുക്കൽ കന്നുകാലികളുടെ കൂട്ടത്തിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിന്റെ ഗ്രാമത്തിലായിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഫഅദ്ദൻത ലിസ്സലാ, നീ നമസ്കാരത്തിന് വേണ്ടി അദാൻ കൊടുക്കാൻ, ബാങ്ക് കൊടുക്കാൻ നിൽക്കുകയാണ് എങ്കിൽ ഫർഫഅ സൗതക ബിന്നിദ, നീ നിന്റെ ബാങ്കിൻ്റെ ശബ്ദം ഉയർത്തണം, ഉച്ചത്തിൽ നീ ബാങ്ക് കൊടുക്കണം. ഫഇന്നഹു ലാ യസ്മഉ മദാ സൗതൽ മുഅദ്ദിനി ജിന്നുൻ വലാ ഇൻസുൻ വലാ ഷൈഉൻ ഇല്ലാ ഷഹിദ ലഹു യൗമൽ ഖിയാമ. കാരണം എന്താണെന്നറിയോ? ആ ബാങ്ക് വിളിക്കുന്നവൻ്റെ ശബ്ദം കേൾക്കുന്ന ജിന്നും ഇൻസും അതല്ലാത്ത വസ്തുക്കളെല്ലാം അവന് വേണ്ടി നാളെ ഖിയാമത്ത് നാളിൽ ഷഹാദത്ത് പറയും എന്നാണ്. ഈ മനുഷ്യനാണ് ബാങ്ക് വിളിച്ചത്, ഇന്ന ആളാണ് ഞങ്ങളെ നന്മയിലേക്ക് ക്ഷണിച്ചത്, വിജയത്തിലേക്ക് വിളിച്ചത്, നമസ്കാരത്തിലേക്ക് ക്ഷണിച്ചത് എന്ന് നാളെ പരലോകത്ത് ആരും ആരെയും തിരിഞ്ഞു നോക്കാത്ത ഒരു സമയത്ത് കുറേ ആളുകൾ നിന്നിട്ട് ഒരാൾക്ക് വേണ്ടി ഷഹാദത്ത് സാക്ഷ്യം പറയാൻ, ഈ മനുഷ്യൻ ഇന്ന നന്മ ചെയ്ത ആളാണ് എന്ന് പറയുന്ന വിധത്തിൽ അത്രയും പ്രതിഫലമുള്ള, മഹത്വമുള്ള ഒരു കർമ്മമായിക്കൊണ്ടാണ് ബാങ്കിനെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്.
എന്നാൽ നമ്മളെങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്? നമ്മളെന്ത് സമീപനമാണ് അതിനോട് സ്വീകരിക്കുന്നത്? നോക്കൂ നിങ്ങൾ, നമ്മൾ ഒരുപാട് ആളുകളിലേക്ക്, പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ ആളുകളിലേക്ക് ശബ്ദം കേൾപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളിലൂടെയാണ് ബാങ്ക് കൊടുക്കുന്നത്. എത്ര ആളുകളായിരിക്കും ഇത് കേൾക്കുന്നത്? ഇവരെല്ലാം നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി ഷഹാദത്ത് പറയും എന്നാണ്. ബർറാ ഇബ്നുൽ ആസിബ് റളിയല്ലാഹു അൻഹു ഇതുകൂടി അതിനോട് ചേർത്ത് പറഞ്ഞു, വലഹു മിസ്ല അജ്രി മൻ സല്ലാ മഅഹു. ആ വിളി കേട്ട് ആ പള്ളിയിലേക്ക് വന്ന് അവനോടൊപ്പം നമസ്കരിക്കുന്ന ആളുകളുടെ ആ നമസ്കാരത്തിൻ്റെ അതേ പ്രതിഫലം അവന് കിട്ടും. അപ്പോൾ എന്താണ് അതിൻ്റെ മഹത്വം? ആ ബാങ്ക് വിളിച്ചവൻ്റെ ആ വിളി കേട്ടിട്ട് പള്ളിയിലേക്ക് വന്ന് ജമാഅത്തിൽ അവനോടൊപ്പം നമസ്കരിച്ച ആളുകളുടെ എല്ലാം നമസ്കാരത്തിൻ്റെ അതേ പ്രതിഫലം. ഒന്നേ നമസ്കരിച്ചിട്ടുള്ളൂ, അവനൊരു ളുഹറേ നമസ്കരിച്ചിട്ടുള്ളൂ, പക്ഷെ അവൻ്റെ വിളി കേട്ട് 100 ആളുകൾ പള്ളിയിൽ വന്ന് നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ എല്ലാം പ്രതിഫലം ഈ ബാങ്ക് വിളിച്ച ആൾക്ക്, അതിലേക്ക് ക്ഷണിച്ച ആൾക്ക് ലഭിക്കും എന്നാണ്. മാത്രമല്ല, മുഅദ്ദിനു വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാപമോചനത്തിനു വേണ്ടി തേടിയതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅദ്ദിനീൻ, അല്ലാഹുവേ ബാങ്ക് കൊടുക്കുന്ന ആളുകൾക്ക് നീ പാപമോചനം നൽകണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായും നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അത്വലുൽ അൽ മുഅദ്ദിനൂന അത്വലുൻ നാസി അഅനാകൻ യൗമൽ ഖിയാമ. യൗമൽ ഖിയാമത്തിൽ കഴുത്തു നീണ്ട ആളുകളായിരിക്കും മുഅദ്ദിനീങ്ങൾ എന്നാണ്, ബാങ്ക് വിളിക്കുന്ന ആളുകൾ. പരലോകത്ത് അവരെ കണ്ടാൽ ഇങ്ങനെ തിരിച്ചറിയും. അത് അവരുടെ വഷളായ ഒരു രൂപത്തെ പറയാനുള്ള, നേരെ മറിച്ച് അവരുടെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അവർ കഴുത്ത് നീണ്ട ആളുകളായിരിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ആ മഹത്വം അവിടുന്ന് ഇങ്ങനെ കണ്ട് മനസ്സിലാക്കാൻ കഴിയും, ഇവർ ബാങ്ക് കൊടുത്തിരുന്ന ആളുകൾ ആണ് എന്ന്. ഇത്രയേറെ മഹത്വമുള്ള ഒരു കാര്യമാണ് ബാങ്ക് വിളിക്കുക എന്നുള്ളത്. പക്ഷേ എല്ലാ ആളുകൾക്കും സാധ്യമായ കാര്യമല്ല. കാരണം ഒരു പള്ളിയിൽ ഒരു ബാങ്കേ ഒരു വക്തിന് മുഴങ്ങാറുള്ളൂ. അപ്പോൾ അത് എല്ലാ ആളുകളും അതിന് മത്സരിക്കുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല, അല്ലെങ്കിൽ എല്ലാവർക്കും അതിന് സാധിച്ചു കൊള്ളണമെന്നുമില്ല. അപ്പോൾ എന്താണ് മാർഗം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സ്വഹാബിമാരായ ചില ആളുകൾ വന്നുകൊണ്ട് പരാതി പറഞ്ഞു, ഇന്നൽ മുഅദ്ദിനീന യഫ്ളുലൂനനാ ബി ആദാനിഹിം. പ്രവാചകരെ, ഈ ബാങ്ക് കൊടുക്കുന്ന ആളുകൾ ഞങ്ങളെക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയും മഹത്വവും പുണ്യവും നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. സ്വഹാബിമാരുടെ പരാതിയൊക്കെ ഈ രൂപത്തിലായിരുന്നു. അവർ പലപ്പോഴും നബിയോട് പരാതി പറഞ്ഞിരുന്നത് അവർക്ക് പുണ്യം ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ലല്ലോ എന്നുള്ള പരാതിയായിരുന്നു. നമുക്കെന്തായിരിക്കും പരാതി? നമ്മുടെ പള്ളിയിലെ മുഅദ്ദിൻ കറക്റ്റ് സമയത്ത് ബാങ്ക് കൊടുക്കണില്ല എന്നുള്ളതായിരിക്കും ഒരു മഹല്ല് കമ്മിറ്റിയിൽ പുറത്തു നിന്ന് വരുന്ന ആദ്യത്തെ പരാതി. അല്ലെങ്കിൽ മുഅദ്ദിൻ കൊടുക്കുന്ന ബാങ്ക് അത്ര ക്ലിയർ അല്ല, അയാൾ പറയുന്നത് തിരിയുന്നില്ല. ഇതൊക്കെയാണ് സാധാരണ മഹല്ല് കമ്മിറ്റികളിൽ. ഏതെങ്കിലും ഒരാൾ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനൊരു പരാതി പറയാൻ? നമുക്കെപ്പോഴെങ്കിലും തോന്നാറുണ്ടോ? കാരണം എന്താണെന്നറിയോ, ഇതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, ഇതിൻ്റെ ഫളിൽ അറിയാത്തത് കൊണ്ടാണ്, ഇതിന് ലഭിക്കുന്ന പുണ്യം എത്രയാണ് എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഈ പരാതി പറഞ്ഞ മനുഷ്യനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ കമാ യഖൂലൂൻ. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഖുൽ കമാ യഖൂലൂൻ, മുഅദ്ദിൻ എന്താണോ പറയുന്നത് അത് അതുപോലെ തന്നെ നീയും പറയണം. ഫൈദൻ തഹൈത ഫസൽ തുഅത. ആ ബാങ്ക് അവസാനിച്ചു കഴിഞ്ഞാൽ നീ അള്ളാഹുവിനോട് നിനക്ക് ആവശ്യമുള്ളത് ചോദിക്കണം, അത് നിനക്ക് ലഭിക്കും. അപ്പോൾ ബാങ്കിന് നമ്മൾ സാധാരണ നിലയിൽ ജവാബ് കൊടുക്കാറുണ്ട്. പക്ഷെ ആ ജവാബ് കൊടുക്കുമ്പോഴും അലസരായും അശ്രദ്ധരായിട്ടുമായിരിക്കും നമ്മൾ ജവാബ് കൊടുക്കാറുള്ളത്. അതിൻ്റെ മഹത്വം കൂടി തിരിച്ചറിയണം. നമ്മൾ ജവാബ് കൊടുത്തതിന് ശേഷം നമ്മൾ നടത്തുന്ന പ്രാർത്ഥന അള്ളാഹുവിനോട് ചോദിക്കുന്ന തേട്ടം നമുക്ക് തട്ടാതെ നൽകപ്പെടും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇതിൻ്റെ മഹത്വം അറിഞ്ഞ് ഇത് കേൾക്കുമ്പോൾ അതിന് കൊടുക്കുന്ന ജവാബ് അത് എത്രത്തോളം ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കാനും ജവാബ് നൽകാനും അതിനോട് വല്ലാത്ത ഒരു ആഗ്രഹവും അതോടൊപ്പം തന്നെ അതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഇക്റാമും ഒക്കെ നമ്മുടെ
ഭാഗത്ത് നിന്ന് മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ബാങ്ക് വിളിയുടെയും ബാങ്ക് വിളിക്കുന്നവൻ്റെയും അത് കേൾക്കുന്നവൻ്റെയും അതിന് ജവാബ് നൽകുന്നവൻ്റെയും ഒക്കെ മഹത്വത്തെക്കുറിച്ചാണ് നാം സൂചിപ്പിച്ചത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അദാൻ എന്ന് പറയുന്നത്, ബാങ്ക് എന്ന് പറയുന്നത് കേവലം നമസ്കാരത്തിലേക്കുള്ള ഒരു ക്ഷണം മാത്രമല്ല. നമ്മൾ ബാങ്കിൽ മുഴങ്ങിക്കേൾക്കുന്ന നമുക്ക് മനഃപ്പാടമുള്ള ആ വാക്കുകളുണ്ടല്ലോ, അതൊന്ന് പരിശോധിച്ചാൽ നമുക്കത് ബോധ്യമാകും. അതിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്ത കരാറിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. നമസ്കാരത്തിലേക്കുള്ള ക്ഷണമുണ്ട്. ഒപ്പം തൗഹീദിനെക്കുറിച്ചുള്ള പ്രഖ്യാപനവുമുണ്ട്. ഈ 4 ഘടകങ്ങൾ അടങ്ങിയതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന അദാൻ, ബാങ്ക് എന്നുള്ളത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാങ്ക് ആരംഭിക്കുന്നത്. നമ്മൾ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിൽ ഇങ്ങനെ വ്യാപൃതരായിരിക്കുന്ന സമയത്താണ് പള്ളിയിൽ നിന്ന് ഈ വിളി കേൾക്കുന്നത്. നമ്മളിതിനെ മനസ്സിലാക്കേണ്ടുന്നത്, മനസ്സിൽ ഈ ബാങ്കിനെ ഉൾക്കൊള്ളേണ്ടുന്നത് ഈ രൂപത്തിലാണ്. നമ്മൾ ജീവിതത്തിൻ്റെ ഭൗതികമായ തലങ്ങളിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ശ്രദ്ധ ഊന്നി നിൽക്കുന്ന സമയത്താണ് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇതല്ല, അല്ലാഹുവാണ് വലിയവൻ. പിന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നാണ്. ഇത് നമ്മൾ പ്രഖ്യാപിച്ചതാണ്. ഈ പ്രഖ്യാപനമാണ് നമ്മെ മുസ്ലിമാക്കിയത്. നമ്മുടെ ഷഹാദത്താണ് ആ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ ഇത് പറഞ്ഞ ആളുകളാണ് കേട്ടോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളാണ്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ നമ്മളും ആവർത്തിച്ച് പറയാണ്, ശരിയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളാണ്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഞാനും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഹയ്യ അലസ്വലാ, നിന്റെ രണ്ടാമത്തെ ബാധ്യത ഇത് പറഞ്ഞതാണ് എന്ന് നിനക്ക് ഉറപ്പുണ്ട് എങ്കിൽ, ഈ കരാറ് നീയും നിന്റെ റബ്ബുമായി നടത്തിയതാണ് എന്ന് നിനക്ക് ബോധ്യമുണ്ട് എങ്കിൽ, അത് നീ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഹയ്യ അലസ്വലാ, നമസ്കാരത്തിലേക്ക് വാ. അതാണ് ആ വിളി. ആ വിളിക്കാണ് നമ്മൾ മറുപടി പറയുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അല്ലാഹുവേ നിന്റെ കഴിവല്ലാതെ മറ്റൊരു കഴിവ് എനിക്കില്ല എന്ന്. ആ വിളിക്കാണ് ആ മറുപടി. പിന്നെയാണ് വിളിക്കുന്നത് ഹയ്യ അലൽ ഫല, വിജയത്തിലേക്ക് വാ. എന്തിന് നീ പള്ളിയിൽ വന്ന് അള്ളാഹുവിന് വേണ്ടി ഈ നമസ്കാരം നിർവഹിക്കണം? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അവനാണ് വലിയവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ വേറെ ആരാധ്യനില്ല. നിന്നെ തുണക്കാൻ, നിന്നെ സഹായിക്കാൻ, നിന്റെ ജീവിതത്തിൽ വഴികാട്ടിയാവാൻ, മരണത്തിന് ശേഷം നിനക്ക് രക്ഷാശിക്ഷകളിൽ നിന്ന് രക്ഷ നൽകി നിന്നെ ശിക്ഷകളിൽ നിന്ന് മോചിപ്പിക്കാൻ അവനല്ലാതെ ഒരു ആരാധ്യനില്ല. അതുകൊണ്ട് ഹയ്യ അലസ്വല, ഇതാണ് ആ വിളി. ഇത് കേവലം ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ കേവലം ഒരു വിളി മാത്രമല്ല, നമ്മുടെ പ്രഖ്യാപനങ്ങളെ ഓർമ്മപ്പെടുത്തി ആ കരാറിനോട്, അള്ളാഹുവുമായി നീ ചെയ്ത കരാറിനോട് നീ നീതി പുലർത്തണം എന്ന് നമ്മെ തട്ടി ഉണർത്തുന്ന അള്ളാഹുവിലേക്കുള്ള ക്ഷണം കൂടിയാണ് അത് എന്ന് ബോധ്യം വേണം. ഇതാണ് ബാങ്കിൻ്റെ വചനങ്ങൾ നമ്മളോട് പറയുന്നത്. ഇങ്ങനെ വേണം ഇത് മനസ്സിലാക്കാൻ. പലപ്പോഴും ബാങ്ക് കേൾക്കുമ്പോൾ ഒരു കടമ എന്ന രൂപത്തിൽ നമ്മളും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ഇതിങ്ങനെ ആവർത്തിച്ച് ആണുള്ളത്. പക്ഷെ ഇതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടൊന്ന് പറഞ്ഞു നോക്ക്, പിന്നെ നമുക്ക് പള്ളിയിലേക്ക് വരാതിരിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് കഴിയുക? കാരണം ഓർമ്മപ്പെടുത്തി, ഇതൊക്കെ മറന്നതായിരുന്നു. മറന്നിട്ടാണ് ഈ ജീവിതത്തിൻ്റെ സുഖങ്ങളിൽ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ തിരക്കുകൾ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് വിളിച്ച് ഓർമ്മിപ്പിക്കുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനല്ലേ.
അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ള പറഞ്ഞതല്ലേ. എന്നാൽ രണ്ടാമത്തത് സ്വലാത്ത്, ഹയ്യ അലസ്വല, നമസ്കാരത്തിലേക്ക് വാ. ഈ വിളിയാണ് ബാങ്ക്. ഇങ്ങനെ വേണം ആ വിളിയെ കാണാൻ. ഈ ക്ഷണത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ ആ വിളി ഉയരുന്നത് എന്ന ബോധ്യത്തോടു കൂടി ബാങ്കിന് ജവാബ് നൽകി നോക്ക്. നമസ്കാരത്തിലേക്ക് വരാതിരിക്കാൻ ഒരു മുസ്ലിമിനും ഒരു വിശ്വാസിക്കും കഴിയില്ല എന്നുള്ളതാണ്. ബാങ്കിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഇദാ നൂദിയ ബിൽ അദാൻ അദ്ബറ ശൈത്വാൻ, ബാങ്ക് വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ശൈത്വാൻ പിന്തിരിഞ്ഞോടും. ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ ശൈത്വാൻ പിന്തിരിഞ്ഞോടും. അതുവരെയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഇല്ലാത്ത ആളിലേക്ക് അള്ളാഹുവിൻ്റെ ഓർമ്മ വരും എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. നമ്മൾ വാർത്തകൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാങ്ക് വിളി കേൾക്കുന്നത് എങ്കിൽ ശബ്ദം കുറക്കും. സ്ത്രീകളിൽ പലരും തലമറച്ചിട്ടില്ലാത്ത ആളുകളാണ് എങ്കിൽ ബാങ്ക് വിളി കേട്ടാലുടനെ തലമറക്കും. എന്തേ കാരണം? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടായി എന്നുള്ളതാണ്. അതങ്ങനെ തന്നെ ഉണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പിശാച് അവനിൽ നിന്ന് ഓടി മാറും. എന്നിട്ട് ബാങ്ക് വിളി കഴിഞ്ഞാലോ വീണ്ടും അവൻ്റെ അടുക്കലേക്ക് വരും. അതിനുശേഷം ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് വീണ്ടും പിശാച് ഓടിപ്പോകും, തിരിഞ്ഞു കളയും. നമസ്കാരം നിർവഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലോ അവൻ്റെ അടുക്കലേക്ക് വീണ്ടും വരും. അഖ്ബല വയഖ്തുറു ബൈനൽ മർഇ വനഫ്സിഹി, എന്നിട്ട് അവൻ്റെ മനസ്സിൽ ഇങ്ങനെ വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും. ഉദ്കുർ കദ ഉദ്കുർ കദ ലിമലം യദ്കുർ കദ, നീ ഇതൊക്കെ ഒന്ന് ഓർക്ക്. ആ കാര്യം മറന്നുപോയതൊക്കെ ഇപ്പോഴാണ് ഓർമ്മ വരിക. നമ്മൾ നമസ്കാരത്തിൽ പലതും മറന്നുപോയ പലതും ഓർമ്മ വരുന്ന സ്ഥലം ഏതാ? നമസ്കാരമാണ്. ഇതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്താ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്താൽ എന്നിങ്ങനെ പിശാചിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാനും അതിൽ നിന്ന് വിട്ടു നിൽക്കുവാനും അള്ളാഹുവിലേക്കുള്ള ഓർമ്മയിലേക്ക് നമ്മളെ അടുപ്പിക്കുകയും ചെയ്യുന്നതാണ് ബാങ്ക് എന്ന ബോധ്യത്തോടു കൂടി അതിനെ സമീപിക്കാൻ കഴിയണം. പിന്നെ ബാങ്ക് കൊടുത്തു കഴിയുമ്പോഴുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. മിക്കവാറും നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ. എന്താണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അതിൻ്റെ ആശയം സൂചിപ്പിക്കുന്നത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, ഈ പരിപൂർണമായ സമ്പൂർണമായ വിളിയുടെ ക്ഷണത്തിൻ്റെ ഉടമയായ റബ്ബെ, വസ്വലാത്തിൽ ഖായിമ, ഞാൻ നിർവഹിക്കുന്ന നമസ്കാരത്തിൻ്റെയും റബ്ബായ അല്ലാഹുവേ, ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീല, ആതി മുഹമ്മദൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ നൽകണേ അൽ വസീലത വൽ ഫളീല, വസീലത്തും ഫളീലത്തും. ഖിയാമത്ത് നാളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുന്ന സ്ഥാനവും അതോടൊപ്പം തന്നെ സ്വർഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുന്ന അതിവിശിഷ്ടമായ സ്ഥാനങ്ങളെ സൂചിപ്പിക്കുന്നതാണ് വസീലത്തും ഫളീലത്തും എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാൻ കഴിയും. വബഅസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത, ആ പ്രവാചകന് നീ വാഗ്ദത്തം ചെയ്തിട്ടുള്ള മഖാമുൻ മഹ്മൂദ്, ഏറ്റവും സ്തുത്യർഹമായ സ്ഥാനം നൽകി അള്ളാഹുവെ നീ അനുഗ്രഹിക്കണേ എന്നാണ് ആ പ്രാർത്ഥന. ബാങ്കിന് ജവാബ് നൽകി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹല്ലത്ത് ലഹു ഷഫാഅത്തി യൗമൽ ഖിയാമ, അവന് ഖിയാമത്ത് നാളിൽ എൻ്റെ ഷഫാഅത്ത് നിർബന്ധമായും ഉണ്ടാകും, ഉറപ്പായും അവന് ഉണ്ടാകും എന്നാണ്. ബാങ്ക് കേട്ട് അതിന് ജവാബ് കൊടുത്ത് ഈ പ്രാർത്ഥന മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ഖിയാമത്ത് നാളിൽ ഉണ്ടാകും. വേറൊരാൾക്കും ഷഫാഅത്ത് നടത്താൻ അനുവാദമില്ലാത്ത, അധികാരമില്ലാത്ത ആ ഖിയാമത്ത് നാളിൽ നമുക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഷഫാഅത്ത് ഉണ്ടാകും എന്നാണ്. എത്രയാണ് അതിൻ്റെ മഹത്വം എന്ന് നമ്മൾ തിരിച്ചറിയണം. ബാങ്ക് കേൾക്കുമ്പോൾ ഈ ഓർമ്മയുണ്ടാവണം. ഞാൻ ജവാബ് കൊടുക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എനിക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ മഹത്വം ഇതാണ് എന്ന ബോധ്യത്തോടുകൂടി പ്രാർത്ഥനയെ സമീപിക്കാൻ, ബാങ്കിനെ കേൾക്കാൻ, അതിന് ജവാബ് നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد